പനിങ്ങാട് സെൻറ്റ് ജോർജസ് മിക്സഡ് LP സ്കൂളിൻ്റെ 100-ാം വാർഷികം സമുചിതമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പഴങ്കാവ് സ്കൂൾ എന്ന് അറിയപ്പെടുന്ന സെൻറ്റ് ജോർജ് LP സ്കൂൾ 100 വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ വളരെയേറെ സന്തോഷം ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രദേശത്ത് തന്നെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സ്കൂള് തുടങ്ങാൻ അതിൻ്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. അന്ന് ഈ സ്കൂൾ തുടങ്ങുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന, അതിന് പ്രചോദനം നൽകിയ, അതിന് സഹായം ചെയ്ത എല്ലാവരെയും ഈ ഘട്ടത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂൾ, ഞാനിവിടെ ഇവിടുത്തെ വിദ്യാർത്ഥി ആയിരുന്ന ഒരാളാണ്. അന്ന് 1961-62 കാലഘട്ടത്തിലാണ് ഈ സ്കൂളിൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്നത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഈ സ്കൂളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നുള്ളതാണ്. ഈ സ്കൂളിലെ പഴയ മാനേജ്മെൻറ്റ് അടക്കം എല്ലാവരെയും അറിയപ്പെട്ടിരുന്നതും അവരുമായിട്ടൊക്കെ തന്നെ ടീച്ചേഴ്സും അത് പഴയ മറ്റേ ടീച്ചേഴ്സൊക്കെ ആയിട്ട് നല്ല ബന്ധം പ്രവർത്തിച്ചിരുന്നതാണ്. എൻ്റെ പ്രഥമ അധ്യാപികയായിരുന്നത് ശ്രീമതി അന്നമ്മ ടീച്ചറാണ്. അന്നമ്മ ടീച്ചർ ആ വർഷം തന്നെ കിട്ടിയിരുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ടീച്ചറുമായിട്ടുള്ള ബന്ധം പിന്നെയും തുടർന്നു. എപ്പോൾ കണ്ടു കഴിഞ്ഞാലും എന്നെ മരണം വരെ ആ ബന്ധം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അന്ന് ആ ഘട്ടത്തിൽ ഒന്ന് തൊട്ട് പഠിക്കുന്ന സമയത്ത് നമ്മുടെ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നത് 2ാം ക്ലാസ്സിൽ രാഘവൻ മാഷും, 3ാം ക്ലാസ്സിൽ ന്യൂസ് ടീച്ചറും, 4ാം ക്ലാസ്സിൽ ശിവശങ്കര പണിക്കർ, കുട്ടപ്പണിക്കർ മാഷ് പറയുന്ന ശിവശങ്കര പണിക്കരായിരുന്നുള്ളതാണ്. അപ്പോൾ അതുകൂടാതെ ബാക്കിയുള്ള ടീച്ചേഴ്സ് കൊച്ചുമാൾ ടീച്ചറായാലും ബാക്കിയുള്ള ടീച്ചേഴ്സുമായിട്ടും നല്ല ബന്ധം പുലർത്താനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴും ഈ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും അവരുമായിട്ട് ബന്ധം കൊണ്ട് തന്നെ ഈ OSR പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഒന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് ഈ ആഘോഷ പരിപാടികൾ മാറ്റണം എന്നാണ് അഭിപ്രായം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരെയും, ഇപ്പോൾ ആരെയും നേരിട്ട് ക്ഷണിക്കാൻ കഴിയാത്ത സാഹചര്യം സ്വാഭാവികമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊരു അറിയിപ്പായി പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഈ സ്കൂളിൻ്റെ ഭാവി പരിപാടികളിലടക്കം പങ്കുചേർന്നുകൊണ്ട് ഈ ശതാബ്ദി ആഘോഷം നല്ല രീതിയിൽ ആചരിക്കണം എന്ന അർത്ഥത്തിലേക്കാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാലം ഈ സ്കൂളിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. പ്രദേശത്തുകാരുടെ ഉത്സവമാക്കി മാറ്റാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഈ ശതാബ്ദി ആഘോഷം അടുത്ത ദിവസം 14 തുടക്കം കുറിക്കുകയാണ്. 15-ാം തീയതി ബഹുമാനപ്പെട്ട K. രാജൻ റവന്യൂ മന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 1 വർഷക്കാലത്തെ ഈ നീണ്ട പരിപാടികളിൽ എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി കൂടി അറിയിച്ചുകൊണ്ട് ചെറിയ വാക്കുകളിലേക്ക് സംഭവിക്കുകയാണ്.